ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മാവൊന്നും അരച്ച് വയ്ക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. റവ വട ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. റവയിലേക്കും കൂടി ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ക്രഷ് ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. വേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിലെപ്പോഴും കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് റവയിലും കൂടെ കറക്റ്റായിട്ട് പിടിച്ച് വരുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരുന്നത്. വെള്ളം എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ റവയും എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം എല്ലാം ഒന്ന് വറ്റി റവയൊന്ന് തിക്കായിട്ട് വരണം. റവ ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടൊന്ന് മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. റവ മിക്സ് ചെയ്ത് വെച്ചത് ഇപ്പോൾ നന്നായി തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൈവച്ച് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊട്ടി പിടിക്കുകയാണെങ്കിൽ അല്പം വെള്ളം കയ്യിലാക്കിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതിയാവും. ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ടൊന്ന് ബോൾസാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ബോളാക്കിയ ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിഡിലൊരു ഹോളിട്ട് കൊടുക്കണം. ഇതുപോലെ എല്ലാം ഒന്ന് ഉഴുന്നുവടയുടെ ഒരു ഷേപ്പിലാക്കിയ ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിലൊഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ വടയായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ വടകളും ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വടയും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ റവ വട റെഡി ആയതിനു ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വടയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്സിനായി അറിയിക്കാനും മറക്കരുത്. താങ്ക്